അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ദർദ റളിയല്ലാഹുവിൻ്റെ തൊട്ട് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് കിടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി, ഇന്നൽ ഇത്തിഖാ അൽ അമലി അഷദ്ദു മിനൽ അമൽ. ഒരാൾ അമലിൻ്റെ മേലെ സൂക്ഷിക്കൽ അമൽ ചെയ്താണ്ടിയാറെ കഠിനായിട്ട് കഷ്ടമായിട്ട് കിടന്നിട്ട്. അതെന്തിനാ അമലിൻ്റെ മേലെ സൂക്ഷിക്കുക ചെന്നെങ്കിൽ, അമൽ ഇഖ്ലാസിൽ കൂടെ ചെയ്യൽ അത് അമൽ ചെയ്യാണ്ടിയാറെ കഷ്ടമായിട്ട് കിടന്നിട്ട് അതിൽ സൂക്ഷിക്കൽ. ചെന്നെങ്കിൽ ഒരാൾ അമൽ ചെയ്തത് വലിയ വിഷയമല്ല, നിസ്കരിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, ഹജ്ജ് ചെയ്തത്, സ്വതക്ക ചെയ്തത് അത് വലിയ വിഷയമല്ല. പക്ഷേ അതിലെ ഇഖ്ലാസിൽ കൂടെ ചെയ്യൽ അഥവാ മനുഷ്യന്മാർക്ക് അല്ലാണ്ട് അള്ളാഹു മാത്രമായിട്ട് അതിൽ ജാഗ്രതയാക്കൽ അത് വലിയ കഷ്ടമായിട്ട് കിടും. അതിൽ സൂക്ഷിക്കൽ വലിയ കഷ്ടമായിട്ട് കിടും. സ്വതക്ക ചെയ്തത് വലിയ വിഷയമല്ല, പക്ഷേ ആ സ്വതക്കത്തെ ആയത്തെ രഹസ്യമാക്കി വെക്കൽ അത് വലിയ കഷ്ടമായിട്ട് കിടും. ഒരാൾക്ക് ഉപകാരം ആക്കുന്നത് വലിയ വിഷയമല്ല, ആ ഉപകാരത്തെ രഹസ്യമായി വെക്കൽ, മനുഷ്യന്മാർ ഗൊന്താവത്തെ പോലെ അതിനെ പബ്ലിക്കാക്കാണ്ട് രഹസ്യമാക്കി വെക്കൽ അത് വലിയ കഷ്ടമായിട്ട് കിടും. അതിലൊന്നും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കൽ, വൈന്നർ റജുല ല യഅമലുൽ അമല ഫയുക്തബു ലഹു അമലുൻ സ്വാലിഹുൻ. പിന്നെ ഒരാൾ ഒരു അമൽ ചെയ്ത് നല്ലൊരു സൽക്കർമ്മ ചെയ്ത് എന്നിട്ട് അതിനെ അയാൾക്ക് സ്വാലിഹായ സൽക്കർമ്മമായിട്ട് എഴുതപ്പെട്ടു. ഫലാ യസാലു ബിഹി ശൈത്താനു ഹത്താ യദ്കുറഹു ലിന്നാസ്. അങ്ങനെ അയാൾ അമൽ കഴിഞ്ഞിട്ട് ശൈത്താൻ അയാളുടെ മുതുപിടിക്കൽ, ഇബ്ലീസ് അവൻ്റെ മുതുപിടിക്കൽ, എന്നിട്ട് അവസാനമായിട്ട് അതിനെ അയാൾ പബ്ലിക്കാക്കൽ. ഞാനിങ്ങനത്തെ അമൽ ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനത്തെ സഹായാക്കില്ല, ഞാൻ ഇങ്ങനത്തെ സദക്ക ചെയ്യുന്നില്ല, ഞാൻ ഉംറ ഞാൻ ഹജ്ജാക്കില്ല, ഇങ്ങനെ ചൊന്ന് നടക്കൽ. അതോടുകൂടെ അയാളുടെ അമൽ ബാത്തിലായിത്തു. യുംഹാ തളീഫു അജ്രിഹി കുല്ലിഹി. അയാൾ ചെയ്ത സൽക്കർമ്മത്തെ എല്ലാ ഇരട്ടി പ്രതിഫലം നഷ്ടപ്പെട്ടു പോയിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു സൽക്കർമ്മ കഴിഞ്ഞാൽ പിന്നെ അതിൽ ആയത്ര രഹസ്യമാക്കി വെക്കൽ നാളെ കടമയായിട്ട് അത് വലിയ കഷ്ടത്തെ കാര്യമാണ്. ചിലരുടെ വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈ കൊന്താവോ തീരാണ്ട്. അങ്ങനെ സൂക്ഷിക്കുന്ന ആൾമാർക്ക് നാളെ പരലോകത്തിൽ അർശിര തണലുണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അപ്പോൾ അത്തരം ഒരു ഗംഭീരമായൊരു കാര്യമായിട്ടിക്കട് ഇതിൻ്റെ ഞങ്ങൾ പലതും നല്ല കാര്യം ചെയ്യുക. പക്ഷേ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ചെന്ന് പോകണ്ട. എപ്പോൾ പണ്ട് ഒരു ഹജ്ജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്നാളുന്ന ഒരു വ്യക്തിക്ക് സഹായമാക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദീൻ്റെ ഒരു സേവനാക്കില്ല, അത് ഞങ്ങൾ മറന്നിട പിന്നെ ആരും ഒന്നിക്കില്ല. പക്ഷേ എന്തെങ്കിലും ഒരു സന്ദർഭം അത് ചെല്ലുന്ന ഒരു അവസ്ഥ വേണ്ട. ആ സന്ദർഭത്തിൽ ഞങ്ങൾ അത് എന്താക്കണം, ബായ് വിടുക, ഞാൻ ഇങ്ങനെ ആക്കിന്നേ. അതോടുകൂടെ ആക്കിയതെല്ലാം നിഷ്ഫലമായിട്ട് എഴുത്തോളം ചെന്നെങ്കിൽ ചിലപ്പോൾ അത് പിന്നെ ആക്കിയത് നല്ല കർമ്മ, അത് നല്ല ഭക്തിഫലം അള്ളാഹുടെ മുട്ട എന്തായിട്ട് അള്ളാഹുടെ മുട്ട അത് ദാഖലായിട്ടായിട്ട്. പക്ഷേ ഇപ്പം അത് എടുത്തു ചൊല്ലോട് കൂടെ അത് കൂലി പോയിട്ട് അത് ശിക്ഷ കിട്ടോ ചാൻസുണ്ട്. പക്ഷേ അതൊരു റിയായത്ത് ഹത്താ യുക്തബ റിയാഅൻ, അതൊരു ലോകമാന്യത്തെ അള്ളാഹു അല്ലാത്ത അള്ളാഹുടെ ഉദ്ദേശിക്കാണ്ട് ചെയ്തതായ പിന്നെ സൃഷ്ടികളെ ഉദ്ദേശിച്ച് ചെയ്ത ഒരു ഇബാദത്തായിട്ട് അത് ചെയ്യും. ചിലപ്പോൾ ആയിപ്പോവും. അപ്പോൾ കൂലി പോയിട്ട് ശിക്ഷ കിട്ടുന്ന ചാൻസും ഉണ്ട്. അപ്പോൾ അത് വലിയ വിഷയമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബി ബഹുമാനപ്പെട്ട ഷദ്ദാദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഹദ്റത്ത് പോയപ്പോൾ ഇത് റഅയ്തു ബിവജ്ഹിൻ അംറൻ സാഅനി ബിവജ്ഹിഹി അംറൻ സാഅനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖ പകർച്ചയായത് കണ്ടെത്തും. എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറിലുണ്ട്. ഞാൻ കേട്ട മല്ലദി അറാ ബിവജ്ഹിക, നബി നിങ്ങളുടെ മുഖത്തിൽ എന്തൊരു ബേജാറ് കാണ്ടല്ലേ, എന്തുകൊണ്ടായിട്ടിക്കട്?
അപ്പോൾ ചെന്ന് അമ്രൻ അതവഖഫുഹു അല ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് മേൽ പേടിക്കപ്പെട്ട ഒരു കാര്യം കൊണ്ടായിട്ടിരിക്കുന്നതാണ് ടെൻഷനിലുള്ളേ. അപ്പോൾ കേട്ടത് സ്വഹാബി അഷിർക്കു, പിന്നെ സ്വഹാബി കേട്ടത് എന്തായിരിക്കും നബിയെ നിങ്ങളെ ഉമ്മത്തിന് മേൽ നിങ്ങൾ പേടിക്കടേ? അപ്പോൾ നബി തങ്ങൾ ചെന്ന് അഷിർക്കു, ഷിർക്കായിട്ടിരിക്കട് പേടിക്കടേ, ബഹുദേവാരാധന. അപ്പോൾ ഈ സ്വഹാബി അത്ഭുതപ്പെട്ടത് കേട്ടത് തുശ്രിക്കു ഉമ്മത്തുക മിൻ ബഅദിക നബിയെ, നിങ്ങൾ പിന്നെ ഉമ്മത്ത് ഷിർക്ക് ചെയ്യുക, ബഹുദേവാരാധന ആക്കുക. ഏകദേവാരാധന തൗഹീദിനെ അംഗീകരിച്ചാൽ പിന്നെ പാടെ ബഹുദേവാരാധന അങ്ങ് പോകാറ. അപ്പോൾ ചെന്ന് യാ ഷദ്ദാദ് ഇന്നഹും ലാ യഅ്ബുദൂന ശംസൻ വല വസനൻ വല ഹജറൻ. ഷദ്ദാദ്, ഒരിക്കലും എൻ്റെ ഉമ്മത്ത് ഇനി സൂര്യ ചന്ദ്രത്തെമാ അല്ലെങ്കിൽ ബിംബത്തെമാ അല്ലെങ്കിൽ കല്ലിടമോ മുള്ളിടമോ മരത്തമോ ആരാധിക്കുന്നൊക്കെ പേടില്ല. വലാക്കിൻ യുറാഊനന്നാസ ബിഅമാലിഹിം, ഒരേ പേടിയുള്ള എന്തിരെ അങ്ങ് ആക്കിയ അമലിൻ്റെ അങ്ങ് മനുഷ്യന്മാർക്ക് തോർപ്പടിക്കുകയായിട്ട് ചെയ്താറാണ്ട് പേടി. അങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങനെ അമലെല്ലാം നഷ്ടപ്പെട്ടെന്നാൽ ആഖിറത്തിലങ്ങ് ബരിക്കയിലായി പോകാറല്ലേ, ചെല്ലു ടെൻഷനായിട്ട് കിടുകിട്ട്. അപ്പോൾ നോക്കൂ, അപ്പോൾ അമൽ ചെയ്തത് അത് തന്നെ, അമൽ ചെയ്തത് വലിയ വിഷയമല്ല, ആ അമലിനെ സൂക്ഷിക്കൽ ജാഗ്രതയാക്കൽ വലിയ കാര്യമായിട്ടിക്കട്. ശൈത്താനിട്ട വല്ലാത്തവർ അതിൽ ആ വിഷയത്തിൽ നമുക്ക് ഹോറാട്ടാക്കേണ്ടി വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചെയ്യുന്ന അമലുങ്ങ അതിലെ സൂക്ഷിക്കുള്ളതായ നല്ല ഇഖ്ലാസും തഖ്വയും അല്ലാഹു ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അത് നഷ്ടപ്പെടുത്തി പോകേണ്ടതായ എന്തൊരു കാര്യം ഞങ്ങൾ ഉണ്ടാവാതിരിക്കൽ അല്ലാഹു ഞങ്ങൾക്ക് അതിനെ തൊട്ട് കാവൽ തരട്ടെ. ഞങ്ങൾ എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങ് മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.